വയനാട് തലപ്പുഴയിൽ കുഴിബോംബ് കണ്ടെത്തി. മക്കിമല മേഖലയിലാണ് ഈ കുഴിബോംബ് കണ്ടെത്തിയത്. തണ്ടർബോൾട്ട് എത്തി ബോംബ് നിർവീര്യമാക്കിയെന്ന് ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സുർജിത്ത്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ കുഴിബോംബ് കണ്ടെത്തിയത്? ആരെങ്കിലും സ്വകാര്യമായി അറിയിച്ചതാണോ അതോ അല്ലാതെ അന്വേഷണത്തിൽ മനസ്സിലായതാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN തലപ്പുഴ മക്കിമല കൊടക്കാട്ടിൽ എന്ന് പറയുന്ന ഒരു ആദിവാസി സെറ്റിൽമെന്റ് ഉണ്ട്. അവിടെ നിന്നും അത്തിമല എന്ന് പറയുന്ന മറ്റൊരു സെറ്റിൽമെന്റിലേക്ക് പോകുന്ന വഴിയിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടക്കുമ്പോൾ ഒരു കുഴി കണ്ടെത്തിയത്. ആ കുഴിയിൽ അവർ പരിശോധന നടത്തി. ആ കുഴി പരിശോധിച്ചപ്പോഴാണ് ഈ ബോംബ് പോലൊരു വസ്തു കണ്ടെത്തിയത്. തുടർന്ന് തണ്ടർബോൾട്ട് സംഘം സ്ഥലത്തേക്ക് എത്തി. അവർ വിശദമായി പരിശോധിച്ചു. ഇത് കുഴി ബോംബാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. ഇവർ എന്തായാലും പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. മാവോയിസ്റ്റുകൾ സജീവമായുള്ള മേഖലയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അതായത് കമ്പമല, മക്കിമല, ഈ പ്രദേശം ആറളം ഉൾപ്പെടെ ആറളത്തേക്ക് എളുപ്പം പോകാവുന്ന വനപാതയുണ്ട്. വനത്തിലൂടെ പോകാവുന്ന മേഖലയാണ്. ഇവിടെ എല്ലാം തന്നെ മാവോയിസ്റ്റുകളുടെ സ്ഥിര സാന്നിധ്യമുണ്ട്. ഇത് മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചാണോ ഇതുൾപ്പെടെയുള്ള കാര്യത്തിൽ സംശയമുണ്ട് പോലീസിന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത്, മലയിറങ്ങി വരുന്ന മാവോയിസ്റ്റ് ആയാലും മറ്റുള്ളവരായാലും കുഴിബോംബ് വെച്ച് നമ്മുടെ സമാധാനം കെടുത്താൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്.